ഹായ് കൂട്ടുകാരെ, ഞാനൊരു സന്തോഷ വാർത്ത, ഒരു അത്ഭുതം കാണിക്കാനാണ് കേട്ടോ ഇന്നിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂണുണ്ടാക്കാനായിട്ട് വൈക്കോല് അല്ലെങ്കിൽ അതിൻ്റെ മാധ്യമം ഏതാണോ അത്, ഞാനിവിടെ ഇപ്പോൾ വൈക്കോലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വൈക്കോല് പുഴുങ്ങി ഉണക്കി ഡെറ്റോള് വെള്ളത്തിൽ കൈ മുക്കി അങ്ങനെയൊക്കെ ചെയ്ത് കൂൺ ബെഡ് കെട്ടി 10 ദിവസം ഇരുട്ടത്ത് വെച്ച്, പിന്നെ അത് വരയിട്ടു, വെള്ളം നനച്ചു കൊടുത്തു ഇട്ടൊക്കെ. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കൂൺ ബെഡ് ഉണ്ടാക്കുന്നത്, കൂണുണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്നുമില്ലാതെ ഇവിടെ ഒരു കൂൺ മുളച്ച് വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കൂൺ ബെഡ് കെട്ടാനായിട്ട് എടുത്ത വിത്തില്ലേ, അപ്പോൾ അതിൻ്റെ വിത്തിൻ്റെ കവറിൻ്റെ ഭാഗത്ത് കുറച്ചിങ്ങനെ പച്ച കളർ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ സൗണ്ട് കേൾക്കാം. പച്ച കളർ ഉണ്ടായിരുന്നു. അപ്പോൾ കളയാനായിട്ട് ഞാൻ മാറ്റി എടുത്തുകൊണ്ടത് പുറത്തു കൊണ്ടുവന്നിട്ടു കേട്ടോ. അത് കാണിച്ചു തരാവേ. ഞാനിവിടെയാണ് കേട്ടോ ഇട്ടത്. ഇവിടെ ഇങ്ങനെ വെള്ളം മഴവെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ ഇങ്ങനെ ചവറൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്നിച്ച് കൊണ്ട് കത്തിച്ച് കളയും കേട്ടോ. ചവറെന്ന് വെച്ചാൽ കത്തിച്ച് കളയാൻ പറ്റിയ ചവറുകളൊക്കെ അടിച്ച് വരുന്നതൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ വിത്തടക്കം മഞ്ഞ കളറായിട്ടിരിക്കുന്നില്ലേ, ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൂണ് മുളച്ച് വന്നിരിക്കുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും വലിയ കൂണുണ്ടായിട്ടുണ്ട്. ഇത് ബാക്കിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതിങ്ങനെ കളഞ്ഞതാണ്, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലുണ്ടായതാണ് കേട്ടോ ഈ കൂൺ. ഇത്രയും കൂൺ ഇതിലുണ്ടായതാണ്. ഇത് നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമാണോ എന്ന് എനിക്കറിയില്ല, പുറത്തുണ്ടായതല്ലേ. അപ്പം ഞാനിത് എടുക്കുന്നില്ല, കളയാൻ പോവാണ്. നമുക്ക് മാധ്യമത്തിൻ്റെ സഹായമൊന്നും ഇല്ലാതെ കൂൺ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇപ്പം തെളിഞ്ഞില്ലേ? ഓക്കെ, ഇതിപ്പോൾ ഞാൻ പുറത്തിട്ടിട്ട് ആകെ 5 ദിവസമായിട്ടുള്ളൂ കേട്ടോ. 5 ദിവസമായിട്ടുള്ളൂ. പുറത്ത് കളഞ്ഞിട്ട് ലാസ്റ്റ് ബെഡ് കെട്ടി അന്ന് 23-ാം തീയതി 23-ാം തീയതി ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 23-ാം തീയതിയാണ് ലാസ്റ്റ് ബെഡ് ഞാൻ കെട്ടിയത്. അപ്പോൾ അതിൻ്റെ ആ വിത്തിൻ്റെ കവറിൻ്റെ സൈഡിൽ ഇതുപോലെ ഈ മഞ്ഞ കളറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കളഞ്ഞാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ വിത്ത് ബെഡ് കെട്ടാനെടുത്തത്. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവന്ന് കളഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൂണ് മുളച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് മാധ്യമത്തിൻ്റെ സഹായം ഇല്ലാതെ കൂൺ മുളപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം.